മധുര തിരുപ്പരകുണ്ട്രം മലയിലെ ദീപം തെളിയിക്കൽ കേസിൽ തമിഴ്നാട് സർക്കാരിന് തിരിച്ചടി. ദർഗയിലെ കൽത്തൂണിൽ തന്നെ ദീപം തെളിയിക്കണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ചും അംഗീകരിച്ചു. ഉയരമുള്ള സ്ഥലങ്ങളിൽ ദീപം തെളിയിക്കുന്നത് വിശ്വാസികൾക്ക് കാണാനാണ്. സ്റ്റാലിൻ സർക്കാർ സാങ്കല്പിക ഭീതി പരത്തുന്നുവെന്നും വിമർശനമുണ്ട്. അജയ് സുധാ ബിജു ചേരുകയാണ്. അജയ്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു നിലപാടിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സ്റ്റാലിന് തിരിച്ചടിയാവുന്നത്? രഞ്ജിത്ത്, ഈ ഒരു മലയുടെ മുകളിൽ ദീപം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ ഹിന്ദു സംഘടനകൾ ജില്ലാ ഭരണകൂടത്തിലും അതുപോലെ തന്നെ ഈ സുബ്രഹ്മണ്യ ക്ഷേത്ര ഭരണസമിതിയിലും അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ ക്ഷേത്രം ഭരണസമിതി ഇത് പൂർണ്ണമായിട്ടും നിഷേധിക്കുകയായിരുന്നു. ഈ പറയുന്ന തിരുപ്പരംകുണ്ട്രം മലയുടെ മുകളിലുള്ള വസ്തു എന്ന് പറയുന്നത് അത് ഒരു അവകാശ തർക്കം നിലനിൽക്കുന്ന ഭൂമിയാണ്. ഇവിടെ ഉള്ള കൽത്തൂണിൽ ദീപം തെളിയിക്കുന്നത് അത് ഒരു സമാധാന പ്രശ്നങ്ങൾക്ക് ഇടവരുത്തും എന്നതായിരുന്നു ക്ഷേത്രം പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ക്ഷേത്രവും പിന്നെ ജില്ലാ ഭരണകൂടവും അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ഈ ഹിന്ദു സംഘടനകൾ ആദ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. സിംഗിൾ ബെഞ്ച് ഈ സംഘടനകളുടെ ഈ വാദത്തെ അംഗീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. കഴിഞ്ഞ ഡിസംബർ 12-ാം തീയതിയാണ് GR സ്വാമിനാഥൻ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് വിധി പുറപ്പെടുവിച്ചത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ഈ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്ര ഭരണസമിതിയും ഈ ഹൈക്കോടതിയുടെ തന്നെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. ഇന്ന് ഡിവിഷൻ ബെഞ്ച് ഇത് G ജയചന്ദ്രനും അതുപോലെ തന്നെ KK രാമകൃഷ്ണനും അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചാണ് തങ്ങളുടെ തീരുമാനം അറിയിച്ചത്. അതായത് ഈ കൽത്തൂണിൽ തന്നെ ഈ ദർഗയുടെ ഭാഗമായിട്ടുള്ള ഈ പറയുന്ന മലയുടെ മുകളിൽ അവിടെയുള്ള ഒരു ഒരു സിക്കന്ദർ ബാദുഷാ ദർഗയുണ്ട്. ആ ബാദുഷാ ദർഗയുമായി ചേർന്നിരിക്കുന്ന കൽത്തൂണിൽ തന്നെ ദീപം തെളിയിക്കാം എന്നതാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. കോടതി മറ്റൊരു തരത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് സർക്കാർ അനാവശ്യ ഭീതി പരത്തുകയാണ്. സർക്കാരിൻ്റെ ഈ ഒരു നിലപാടെന്ന് പറയുന്നത് അവിശ്വസനീയമാണ് എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സർക്കാർ സ്പോൺസേർഡ് ആയിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാകാതിരിക്കാൻ നോക്കിയാൽ മാത്രം മതി. അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഇതിനെ വലിച്ചിഴക്കരുത്. അത്തരത്തിൽ പോയാൽ മാത്രമേ മേഖലയിൽ സമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഉയരത്തിൽ ദീപം തെളിയിക്കുക എന്നുള്ളത് വിശ്വാസികൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ മറ്റൊരു തരത്തിലുള്ള പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൻ്റെ നിലപാട്. അതുപോലെ തന്നെ ഡിവിഷൻ ബെഞ്ച് മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നത് ഈ ദേവസ്ഥാനം, ഈ ക്ഷേത്രം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ദേവസ്ഥാനമാണ് ഈ ദീപം തെളിയിക്കേണ്ടത്. മറ്റാരും ഈ ദീപം തെളിയിക്കുന്നതിനെ അനുഗമിക്കാൻ പാടില്ല എന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ആദ്യം ക്ഷേത്രം സ്വീകരിച്ച നിലപാട് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഒരു കൽവിളക്കിൽ ദീപം തെളിയിക്കണമെന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ മലമുകളിൽ തന്നെ ദീപം തെളിയിക്കാം എന്ന ഒരു ആവശ്യം അത് അംഗീകരിച്ചുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് കൂടി ഉത്തരവ് വന്നിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ കൂടെ സർക്കാരിന് കടുത്ത വിമർശനവുമുണ്ട് എന്നതാണ് ഇതിൻ്റെ മറ്റൊരു വശം. ശരി. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സുരേഷ് കൽമാടി അന്തരിച്ചു. 81 വയസ്സായിരുന്നു. പൂനെയിലെ ദീനനാഥ് മങ്കേഷ്കർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ദീർഘനാളായി അസുഖബാധിതനായിരുന്നു അദ്ദേഹം. ഭൗതിക ശരീരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെ പൂനെ എരണ്ടുവാനയിലെ കൽമാടി ഹൗസിൽ പൊതുദർശനത്തിന് വെക്കും. ഉച്ചയ്ക്ക് ശേഷം 3:30 നവിപേട്ടിലെ വൈകുണ്ഠ ശ്മശാന ഭൂമിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. 1995-96 കാലഘട്ടത്തിൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ശ്രദ്ധേയനായിരുന്നു കൽമാടി. വർഷങ്ങളോളം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ